സയ്യിദുനാ മുആദ് ബിൻ ജബൽ തങ്ങളുടെ പതിവായിരുന്നു ചൂടുകാലത്ത് നോമ്പെടുക്കുക എന്നുള്ളത്. അവിടുന്ന് ദുആ ചെയ്തത് എങ്ങനെയാണ്? ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്നെ വേട്ടയാടുന്നത്, എന്നെ പ്രയാസപ്പെടുത്തുന്നത് ഇനി ചൂട് സമയത്ത് നോമ്പെടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന വിചാരമാണ്. എനിക്ക് ചൂടുകാലത്ത് നോമ്പെടുക്കൽ എന്റെ ആനന്ദമാണ്. ആ ആനന്ദം അവസാനിക്കുകയാണല്ലോ. സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ യാത്രയിലാണ്. ബഹുമാനപ്പെട്ടവരും സംഘവും കഠിനമായ ചൂടിൽ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു സ്ഥലത്തെത്തുമ്പോ ആടിനെ മേയിച്ചുകൊണ്ടൊരാൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവരെല്ലാവരും ആ ചൂടിന്റെ കാഠിന്യം കാരണം വെള്ളം കുടിക്കാനിരുന്നപ്പോ, ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ അയാളെ വിളിക്കുകയാണ്, വരൂ സഹോദരാ, ഞങ്ങളുടെ ഭക്ഷണത്തിൽ പങ്കുചേരാ, വെള്ളം കുടിക്കാം. ഉടനെ ആ മനുഷ്യൻ പറയുകയാണ്, വേണ്ട, കാരണം ഞാൻ നോമ്പുകാരനാണ്. ഫഖാല ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, ഇത്ര കഠിനമായ ചൂടിൽ നോമ്പെടുക്കാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ചെല്ലാനുള്ളൊരു ദിവസമില്ലേ, പോകാനുള്ളൊരു ദിവസമില്ലേ, അയ്യാമുൽ ഖാലിയ, ചൂട് പതഞ്ഞു പൊങ്ങുന്ന വയറ്റിലൊന്നുമില്ലാത്ത, കഴിക്കാൻ ഭക്ഷണം കിട്ടാത്ത, കുടിക്കാൻ വെള്ളം കിട്ടാത്തൊരു മഹ്ശറയില്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, എനിക്കിവിടുത്തെ ചൂടൊരു പ്രശ്നമല്ല. തണുത്ത വെള്ളം കുടിക്കാനെടുത്ത നേരത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കരയുകയാണ്. കരയുന്നതെന്തിനാണ്? നാളെ നരകത്തിലെത്തിയാലോ മാന്യമായൊരു വെള്ളവും തണുത്ത വെള്ളമൊന്നും അവിടെ ഇല്ലെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ലാ ബാരിദിൻ വലാ കരീം, നരകവാസികളായ ആളുകൾക്ക് ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, അല്ലാഹു തആല തണുപ്പിനെ നിഷേധിച്ച് അവർക്ക് കുടിക്കാനുള്ള വിഭവങ്ങളും കഴിക്കാനുള്ള ഭക്ഷണങ്ങളും നിഷേധിക്കപ്പെടുന്നൊരു ദിവസമുണ്ടല്ലോ എന്നാലോചിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനെടുത്ത നേരത്തും കരഞ്ഞുപോയ ആളാ